ഭരിക്കുന്ന മുന്നണിയും അതിൻ്റെ മന്ത്രിമാരും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയൊക്കെ വിവാദമുണ്ടാക്കുക, ശണ്ടയുണ്ടാക്കുക, ഇതിനാണ് അതീവ താല്പര്യം കാണിക്കുന്നത്. ഭരിക്കാൻ അവർക്ക് സമയമില്ല. ഈ വിഴിഞ്ഞം തുറമുഖം കേരളത്തിൻ്റെ ഒരു എസറ്റാണ്. കേരളത്തിൻ്റെ ആകെ സാമ്പത്തിക വളർച്ചയ്ക്കും നമ്മുടെ കേരളത്തിൻ്റെ കയറ്റുമതിക്കും അതുപോലെ ഇറക്കുമതിക്കും ഒക്കെ വളരെ സഹായകരമായിട്ടുള്ളൊരു പദ്ധതിയാണത്. കേരളത്തിൻ്റെ ആകെ സാമ്പത്തിക ശേഷി വർദ്ധിപ്പിക്കാൻ, തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ വലിയ തരത്തിലുള്ള സഹായങ്ങൾ ലഭ്യമാകും. എന്ന് മാത്രമല്ല, വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാരങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖം. ആ തുറമുഖം വളരെ വേഗം പൂർത്തിയാക്കുക, അതിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെട്ട നിലയിൽ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് കേരളം ആകെ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ആ പദ്ധതിക്ക് ഏറ്റവും വലിയ സംഭാവന നൽകി പ്രവർത്തിച്ച ഇടതുപക്ഷ മുന്നണി ആ ഗവൺമെൻറ് വന്ന് ആഗ്രഹിച്ചത്. അതൊരു വിവാദത്തിലേക്ക് പോകേണ്ട വിഷയമേ അല്ല. ഇപ്പോൾ ഈ കേരളത്തിൽ കണ്ടുവരുന്നൊരു പ്രവണത വിവാദങ്ങൾ ഉണ്ടാക്കുക. ഭരിക്കുന്ന മുന്നണിയും അതിൻ്റെ മന്ത്രിമാരും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയൊക്കെ വിവാദമുണ്ടാക്കുക, ശണ്ടയുണ്ടാക്കുക, ഇതിനാണ് അതീവ താല്പര്യം കാണിക്കുന്നത്. ഭരിക്കാൻ അവർക്ക് സമയമില്ല, ഭരണത്തിനല്ല. അതുകൊണ്ട് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ കരാർ വ്യവസ്ഥയനുസരിച്ച് വേഗത്തിൽ പൂർത്തീകരിക്കാനുള്ള അതീവ താല്പര്യമാണ് സംസ്ഥാന ഗവൺമെൻറ് കാണിക്കേണ്ടത്. ആ കരാർ വ്യവസ്ഥയിൽ നിന്ന് വ്യതിചലിക്കാതെയും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയത്തക്ക നിലയിലും ഫലപ്രദമായ ഇടപെടലാണ് സംസ്ഥാന ഗവൺമെൻറ് ഭാഗത്തുണ്ടാകേണ്ടത്. അതുകൊണ്ട് ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പേരിൽ ഒരു വിവാദത്തിലേക്ക് പോയി അതിൻ്റെ പ്രവർത്തനങ്ങളെ നിർജീവമാക്കുന്നത് കേരളത്തിന് ഗുണകരമല്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് മന്ത്രിമാരൊക്കെ ആ കാര്യത്തിൽ നല്ലതുപോലെ ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ്. നമ്മുടെ കേരളത്തിൻ്റെ പൊതു താല്പര്യമാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത്. ഏതെങ്കിലും ആളുകൾക്ക് അഴിമതി നടന്നു എന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരത് ഉന്നയിക്കട്ടെ. ആ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ബന്ധപ്പെട്ട ആളുകൾ, മന്ത്രിമാർ, വിജിലൻസ്, ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. അവരെല്ലാം അന്വേഷിക്കട്ടെ. ഇത്തരമൊരു ആരോപണങ്ങളൊന്നും ഞാൻ ഉന്നയിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്കത് സംബന്ധിച്ച് മറ്റു കാര്യങ്ങളെക്കുറിച്ച് പറയാൻ സാധിക്കില്ല. ആരാണോ ആക്ഷേപം ഉന്നയിക്കുന്നത് അവരോട് ആശയവിനിമയം നടത്തി കാര്യം വ്യക്തമാക്കുന്നതായിരിക്കും നല്ലത്. ഇതുമായി ബന്ധപ്പെട്ട് ദേശാഭിമാനിയിലെ ഒരു വാർത്ത വന്നു എന്നും ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അത് പറയുന്നു. ദേശാഭിമാനി തന്നെ ഇത്തരത്തിൽ ഈ ഓഹരി വിൽപ്പനയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നതൊക്കെ പറയുന്നു. അതിന് പിന്നാലെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ദേശാഭിമാനിയിൽ വരുന്ന വാർത്തയെല്ലാം ശരിയാണോ എന്ന തരത്തിലുള്ളൊരു കാര്യം പറയുന്നു. അപ്പോൾ ഇങ്ങനൊരു ആശയക്കുഴപ്പം മൊത്തത്തിൽ ഇതിൽ നിലനിൽക്കുന്നുണ്ടോ? CPM-ന് LDF-ന് ഒരു ആശയക്കുഴപ്പമില്ല. കാരണം ഈ കരാർ വ്യവസ്ഥ ലംഘിക്കാൻ സാധിക്കുന്നതല്ല. ഇനി ആ കരാർ വ്യവസ്ഥയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും അനുവാദത്തോടു കൂടി മാത്രമേ സാധിക്കൂ. സംസ്ഥാന ഗവൺമെൻറ്റിനെ അറിയിച്ചുകൊണ്ട് മാത്രമേ സാധിക്കൂ. അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണർമാർക്ക്, ഒരു കരാറുകാർക്ക് അവർക്ക് മാത്രമായി അതിൽ ഭേദഗതി വരുത്താനോ അവർക്ക് പുറം കരാറുണ്ടാക്കാനോ അവർക്ക് കരാറിൽ ഷെയർ ആരെങ്കിലും ഓഹരി ഉടമകളാക്കി ചേർക്കാനോ സാധിക്കുന്നതല്ല. അത് കരാറിൻ്റെ വ്യവസ്ഥകളുടെ ലംഘനമാണ്. അങ്ങനെ എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് ഗവൺമെൻറ് അനുമതി വാങ്ങണം. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അദാനി തന്നെ ആ കാര്യങ്ങൾ ഇപ്പോൾ വിശദീകരിച്ചിട്ടുണ്ടെന്നാണ്. ഇപ്പോൾ അതിൽ വലിയ തർക്കമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.